സൂപ്പർ പരിപ്പ് വട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചൂടുള്ള പരിപ്പ് വട വീട്ടിലുണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ല മഴയൊക്കെ വരുന്നുണ്ട്, നല്ല ക്ലൈമറ്റാണ്, നല്ല കട്ടൻ ചായ പരിപ്പ് വടയും പൊളിക്കും. ഓക്കെ, നേരെ വീഡിയോയ്ക്ക് പോയാലോ, ബാ. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഒരു 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് എന്ത് ചെയ്യുക, എടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 വറ്റൽമുളക്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയാൻ പാടില്ല, ഒന്ന് ചതച്ച് ഒതുക്കിയെടുക്കുക. കാരണം നമുക്ക് പരത്താനൊക്കെ ഈസിക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അരച്ച് കഴിഞ്ഞാൽ അത് പേസ്റ്റ് പോലെ ആവും. അപ്പോൾ നമുക്ക് കടിക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടില്ല. കാരണം പരിപ്പുവടേൻ്റെ ഒരു ക്രിസ്പി എന്ന് പറഞ്ഞാൽ ആ കടിക്കുന്ന ഒരു പരിപ്പാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒതുക്കിയെടുത്തതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കളറിനും അതേപോലെ തന്നെ ഒരു എരിക്കും വേണ്ടി കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുക. കായപ്പൊടി ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഫ്ലേവറിന് വേണ്ടിയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്യുക, പരത്തിയിട്ട് നേരെ തിളച്ച എണ്ണയിലേക്ക് അല്ലെങ്കിൽ ഓയിലിലേക്ക് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഈവനിങ്ങിനൊക്കെ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.